ചേട്ടാ, ആ പോലീസുകാരനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് നോക്ക്. അവൻ നമ്മുടെ ആളുകളെല്ലാം തൂത്തുവാരിയിട്ട് അടിക്കുന്നു. സേട്ടിന് അറിയാഞ്ഞിട്ടാ. ആ SI നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ പുള്ളിയാണ്. നജീബേ, ദുർജയനെ ഒരു കോൾ ചെയ്യേണ്ട ആവശ്യമില്ല ബ്രോ, ഞാൻ തന്നെ ഇവിടെ വന്നിരിക്കുക. ഹേയ്, എന്റെ പേര് കേട്ടതിന് ശേഷം പോലും എന്തിനാ ഞങ്ങളുടെ ആൾക്കാരുടെ വെറുതെ കൈവച്ചേ? പ്രഷർ ചെയ്യണ്ട ബ്രോ, ഞാനിവിടെ പ്രൂഫായിട്ടാണ് വന്നിരിക്കുന്നേ. അബു ഷേട്ടിൽ ചില പിള്ളേര് കൊള്ളയടിച്ചോണ്ടിരിക്കുക. അവരെ പിടിച്ചു നോക്കിയപ്പോ അവര് എല്ലാരും നിങ്ങളാളെന്നാ പറഞ്ഞത്. നിങ്ങൾ പോക്കറ്റ് അടിയിൽ പോലും കമ്മീഷൻ അടിക്കോ? നിങ്ങളുടെ അത് അത്രയും നാണം കെട്ട ബിസിനസ്സാ. നിനക്കൊന്നും ബുദ്ധിയില്ലേ? എന്ത് വലിയ ബിസിനസ്സാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നേ? പിക് പോക്കറ്റ് അടിക്കാ? ഇവന്മാരെ അടിച്ചയക്കേ, ഒരാവശ്യമില്ല. ഏയ് പോ. വാ, ഇരിക്കെ, കാത് പിടിച്ചിരിക്കെ, ഇരിക്കെ, എണിക്കെ. ഇനി എന്റെ കൺമുമ്പിൽ വന്നു പോരുത്. പൊക്കോ, ബുദ്ധിയില്ലാത്ത ബ്രോ. ഒരു 3 ഏക്കർ സ്ഥലം നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്തൂടെ? പാവ, അവര് കഷ്ടപ്പെടുന്നവരല്ലേ. ഇത് നിങ്ങളുടെ ഇമേജിന് മാച്ച് ആവത്തില്ല. ദുർജയ്, നീ പറഞ്ഞത് നന്നായി പോയി. ചേട്ടാ, നിങ്ങളുടെ കണ്ണിൽ അത് വെറും 3 ഏക്കർ സ്ഥലം മാത്രമാണ്. പക്ഷെ ആ 3 ഏക്കർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവിടെ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ആ 3 ഏക്കർ വേണം. ലിറ്റിൽ ബ്രോ, കൂൾ ഡൗൺ. കഥ തീർന്നു. ഇന്ന് നിങ്ങളുടെ ആളുകളെ ഞാൻ അടിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും അവരെ അടിക്കാൻ വിടും. ബ്രോ, ഞാൻ നിങ്ങളോട് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആളുകളുള്ള സ്ഥലം, പിന്നെ ഗോഡൌൺസ്, ഇല്ലീഗൽ ചരക്ക് എവിടുന്ന് വരും, എവിടെ പോകും, എല്ലാം എനിക്ക് മുമ്പേ തന്നെ ഇൻഫോം ചെയ്യുന്നു. എന്നോട് നിങ്ങൾ പറഞ്ഞില്ല. സോ അതുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. സമയം വരുമ്പോ ഞാൻ നിനക്ക് ഇൻഫോം ചെയ്തോളാം. എന്റെ സമയം തീർന്നു. ഇന്നത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞു. ബായ്. പോവാം. ചേട്ടാ, ആ SI നമ്മളെല്ലാം മണ്ടന്മാരാക്കാണ്. ടിറ്റു പറയുന്നത് നേരാ. SI നമ്മളെയൊക്കെ കുരങ്ങ് കളിപ്പിക്കാണ്. ഞാൻ മണ്ടനല്ല ബോമാ. ഞാൻ എന്തിയൊന്ന് വെയിറ്റ് ചെയ്ത് കാണ. മാമാ, പെട്ടെന്ന് ഭക്ഷണം കൊണ്ടുവാ, വിശക്കുന്ന്. നോക്ക്, നിന്നെപ്പോലെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവന് ഞാൻ ഇനി പാചകം ഉണ്ടാക്കില്ല. നിങ്ങൾക്ക് എന്ത് പറ്റി മാമാ? എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? എനിക്കറിയത്തില്ലേ, ഞാൻ നേരുള്ളവനല്ലേ. അതെ, നീ സത്യവാൻ അല്ലെങ്കിൽ വേറെ ഞാൻ എന്താ പറയണ്ടേ? എടാ, നീ എല്ലാവരുടെ ജീവന് രക്ഷിക്കുന്നു. പക്ഷെ നിന്റെ വീട് ആര് രക്ഷിക്കും? എന്റെ പൈസ കൂടിക്കൊണ്ട് പോവാണ്. എന്നെ കൊണ്ട് പാചകം ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് തെളിച്ചു പറ മാമാ. മോനെ, നീ ഈ നാട് മുഴുവനും രക്ഷിക്കുന്നു. വീട്ടിൽ തിരിച്ചു വന്നാ നിന്നെ നോക്കി നിന്റെ കൂടെ ഇരിക്കാൻ ഒരാള് വേണ്ടേ? മാമാ, ഇവരെന്തിനാ പെട്ടെന്ന് തുണയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ശരിയല്ലാത്ത പോലെയുണ്ട്. അതെ, ശരിയാ പറയുന്നത്. ഇവ എവിടെ പോയെന്ന് അറിയില്ലല്ലോ. നീ എവിടെയാ ബേബി? ഞാൻ വെയിറ്റ് ചെയ്തിട്ടിരിക്കാം. I'm on the way, darling. Come fast. I'm missing you. I'm missing you a lot. Just 5 minutes, baby. Love you, baby. I love you too. പെട്ടെന്ന് വാ. എടാ മക്കളെ, നമ്മളിപ്പോ കേരളത്തിലാണോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ആണോ? ഏയ്,
നിന്റെ ബാർ ലൈസൻസ് എടുക്ക്. ലൈസൻസ് ഇല്ല. ലൈസൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾ ബാർ ഓപ്പണിൽ വെച്ചിരിക്കുകയാണോ? ഇന്ന് മുതൽ ബാർ ക്ലോസ്. ഇന്ന് മുതൽ മനസ്സിലായോ? ഹേ പോലീസ്, ഇവിടെ വന്ന് നിന്റെ പവേഴ്സ് ഒക്കെ കാണിച്ചോണ്ടിരിക്കണോ? ഈ ബാർ ആരുടേതാണെന്ന് നിനക്ക് അറിയാമോ? ദുർജ ഒരു പ്രാവശ്യം പറഞ്ഞ പോലെയാ. നോക്കൂ സാർ, നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഇവിടുന്ന് പൊക്കോളൂ. ഇത് അക്ബറുടെ സഹോദരൻ ടിറ്റുവിന്റെ ബാറാണ്, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാതെ പൊക്കോളൂ. ഇതെന്താ മുമ്പേ പറയാത്തെ? മാമ എന്താ മാമ ഇത്? ഇതെന്ത് പ്രശ്നാ മാമ? ഒരു പ്രശ്നവും ഇല്ല മോനെ. നാളെ രാവിലെ അദ്ദേഹത്തെ കൊണ്ട് എല്ലാം ശരിയാക്കി തരാം. ഓക്കെ മാമ. എന്ത് സംഭവിച്ചാലും ടിട്ടുവിന്റെ ബാറിൽ എന്റെ ഭാര്യ ഭക്ഷണം കഴിക്കില്ലെന്ന്. ഹേ സ്റ്റുപ്പിഡ്, ആരാ നിന്റെ വൈഫ്? വൈഫല്ല, ഭാര്യ. മലയാളി ഭാര്യ. എടി മോളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. കല്യാണം കഴിച്ച നിന്നെ പോലെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം ഞാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. മാമ പറയുന്നത് കേൾക്കാതിരിക്കരുത്. നിനക്ക് ഞാനാ പെർഫെക്റ്റ് മാൻ. കറക്റ്റ്. നിക്ക്, ഞാൻ ആരാ നിനക്ക് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ മാമയുണ്ട്. സോ വലിയവരുടെ മുമ്പിൽ നമ്മൾ കുടിക്കാൻ പാടില്ല. ഞാൻ കുടിക്കും കുടിക്കാതിരിക്കും, അതൊക്കെ ചോദിക്കാൻ നീ ആരാ? മാമ, എന്താ മോനെ? നിങ്ങളുടെ മരുമോൾക്ക് ഡ്രിങ്ക്സ് വേണമെന്ന് കൊടുക്കട്ടെ? കൊടുക്ക്. വരാം, എടുത്തോണ്ട് വരാം. മേഡം എന്താ കഴിക്കാറ്? വോഡ്ക കുടിക്കൂ സാറേ. തന്നേക്ക്. ഓ ഇതാ സാറേ, പിടിച്ചോളൂ. നിങ്ങൾക്കിഷ്ടല്ലേ? മാമ, എന്റെ ഭാര്യ വോഡ്കയെ കഴിക്കത്തുള്ളൂ. അതിനെന്താ ഇപ്പോ? കൊടുക്ക്. വോഡ്ക വേണോ? മതി, നിർത്ത്. ഡാ, നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്ത് പോവാണ്, അതാ ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ എന്റെ ലിമിറ്റ് ക്രോസ് ചെയ്തു. ഞാൻ എന്റെ എല്ലാ ലിമിറ്റ്സും ക്രോസ് ചെയ്തു. പ്രസവിച്ചവർ അവരുടെ കുട്ടികളെ നന്നായിട്ടേ വളർത്താറുള്ളൂ. പക്ഷെ നിന്നെ പോലുള്ളവർ അവരുടെ പേര് നശിപ്പിച്ചോണ്ടിരിക്കുക. രാത്രിയായാൽ നൈറ്റ് പാർട്ടിക്ക് പോകുന്നത്, കുടിച്ച് നന്നായിട്ട് ഡാൻസ് ആടുന്നത്. നിന്നെ പോലത്തെ ആളുകൾ കാരണം പ്രസവിച്ചവർക്ക് എന്നെ അപമാനാണ്. എന്നെങ്കിലും അവരെ കുറിച്ച് ആലോചിച്ചോ? നിന്റെ അച്ഛന്റെ ഫീലിംഗിനെ പറ്റി ആലോചിച്ചോ? എങ്ങനെ അറിയാനാ? നിനക്ക് പ്രസവിച്ചവരുടെ സ്നേഹവും ഇഷ്ടവും എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ മോഡേണിറ്റി എന്ന് പറഞ്ഞ് എല്ലാം നശിപ്പിച്ചോണ്ടിരിക്കുക. ഷെയിം. ഏയ്, നീ എന്താ സൈലന്റ് ആയിരിക്കുന്നേ? ഉത്തരം പറ. പറ്റില്ല, നിനക്ക് ഉത്തരവില്ല. ഞാൻ വിചാരിച്ച എല്ലാവരും ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എന്തെന്നാൽ ഞാൻ നിങ്ങളെ പ്രസവിച്ചവരെ മോശമാക്കി അവരുടെ വേദന കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഒരു പ്രാവശ്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് കാരണം നിങ്ങളുടെ ഭാവി ജീവിതം എത്ര ബാധിക്കുന്നു. സോറി ബ്രോ, നിങ്ങൾ പറയുന്നതും സത്യമാണ്. എന്തു പറ്റി? എവിടെ അവരെല്ലാം? എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിയോ? അമ്മായിയപ്പ, ഓ അമ്മായിയപ്പ, ഓ അമ്മായിയപ്പ, എവിടെയാ ഉള്ള? ഇങ്ങോട്ട് വാന്നേ. സർ, നോക്ക്, ഞങ്ങൾ വന്നു. എന്താ ഇതൊക്കെ? എന്തിനാ നനഞ്ഞ തുണി എടുത്തോണ്ട് സർ, ഞങ്ങള് നാട് ചുറ്റിക്കറങ്ങി കാണുമ്പോ സോറി, വെള്ളത്തിൽ കുറച്ച് നനഞ്ഞു പോയി സർ. നിങ്ങൾ ഒന്നിനും ടെൻഷൻ അടിക്കണ്ട സർ. പ്രിയന്തി ഇനി രാത്രിയില് എവിടെയും പോകത്തില്ല, ഡ്രിങ്ക്സും കഴിക്കത്തില്ല, ശരിയല്ലേ സർ? വിൽ ലിവ് ടുഗദർ. സോറി, പരസ്പരം സംസാരിച്ചു, അത്രേ ഉള്ളൂ. അത്രയല്ലോ പ്രിയങ്ക. അതെ അച്ഛാ, ഈ പോലീസ് ഓഫീസർ ബാറിലേക്ക് വന്ന് എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചറിയാമോ? എന്റെ ദേഹം മുഴുവൻ മദ്യം എടുത്ത് ഒഴിച്ചറിയോ? എന്നിട്ട് എന്നെ വീട്ടിലേക്ക് പിടിച്ചു വലിച്ചു കൂട്ടിയിട്ട് വന്നു. എന്നെ ഇൻസൾട്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കാണോ? ഞാൻ ഇൻസൾട്ട് ചെയ്യുന്നില്ല സർ. ബോധത്തോടെ എന്താണെന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ പ്രിയന്തിക്ക് അറിയത്തില്ല.